ഇവിടെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. വയനാടിൻ്റെ ടൂറിസത്തെ പുനരുജ്ജീവിപ്പിക്കാൻ വലിയ പരിശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ആദരണീയനും ബഹുമാന്യനുമായ ശ്രീ PA മുഹമ്മദ് റിയാസ് അവർ, പ്രിയപ്പെട്ട ബാബുവാജി, KJ റിയാസ്, ശ്രീ AVM കബീർ, ശ്രീ ബാബു മോൻ, മനാഫ് കാപ്പാട്, അമൽ അശോക്, ഷിംസുദ്ദീൻ, റിയാസ് കുനിയിൽ, വയനാട് ജില്ലാ വ്യാപാരി വ്യവസായ ഭവന സമിതിയുടെ പ്രസിഡന്റ് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ ജോർജിൻ, ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, റിയാസിൻ്റെ ആവേശകരമായ പ്രസംഗത്തിൻ്റെ ഒരു വൈകാരികതയുടെ ഒരു കണക്ടിവിറ്റി പേപ്പൂരും കൂടി ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. ഞാൻ ചോദിച്ചു, ശരീരം കൗൺസിലറാണെന്നുള്ള രാമനാട്ടുകരയാണെന്ന് പറഞ്ഞപ്പോൾ പേപ്പൂരിൻ്റെ ഒരു കണക്ടിവിറ്റിയും കൂടെ അതിലുണ്ട് എന്നുള്ളത് മനസ്സിലായി. തീർച്ചയായും ഈ ക്യാമ്പ് ബഹുമാന്യനായ മിനിസ്റ്റർ പറഞ്ഞു, നിങ്ങളിവിടെ വയനാട്ടിൽ ഇത് ചൂസ് ചെയ്യാൻ എടുത്ത തീരുമാനം, കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ വൈത്തിരിയിൽ ഇത് ചൂസ് ചെയ്യാൻ എടുത്ത തീരുമാനം, അത് ഒരു അതിജീവനത്തിന് വേണ്ടി പാടുപെടുന്ന വയനാടിൻ്റെ ടൂറിസം സെക്ടറിന് നിങ്ങൾ നൽകുന്ന ആത്മനിർഭരമായിട്ടുള്ള ഒരു കൈക്കാണ്. അതാണ് ബഹുമാന്യനായ മിനിസ്റ്റർ നേരത്തെ സൂചിപ്പിച്ചത്. ഓരോ ദിവസവും പ്രയാസകരമായ രീതിയിൽ തള്ളി നീക്കുകയാണ് ടൂറിസം സെക്ടർ. ഇപ്പോൾ ജീവൻ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ന്യൂ ഇയറോട് കൂടി ഒന്ന് മെല്ലെ നടക്കാൻ വീണ്ടും സാധിക്കും എന്നുള്ളതാണ്. വലിയ പിന്തുണയും വലിയ പ്രവർത്തനങ്ങളുമാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെയും മിനിസ്റ്ററുടെ പ്രത്യേക താല്പര്യവും. ഈ ജില്ലയിൽ വന്ന് പ്രത്യേകമായി അദ്ദേഹം ക്യാമ്പയിൻ ചെയ്തു. വിവിധ സ്റ്റേറ്റുകളിൽ അതിൻ്റെ ഇനീഷ്യേറ്റീവ് എടുത്തു. ഞങ്ങൾ ഒന്നിച്ചു പ്രയാണം ചെയ്ത സന്ദർഭങ്ങളുണ്ടായിരുന്നു. വലിയ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം. രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഞങ്ങൾ മിനിസ്റ്റർ എടുത്ത ഇനീഷ്യേറ്റീവൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. രാഹുൽ ഗാന്ധി കാരാപ്പുഴയിൽ സിപ്പ് ലൈനിലൂടെ അദ്ദേഹം യാത്ര ചെയ്തു. എല്ലാവരുടെയും ഒരു ടൂറിസത്തെ തിരിച്ചു പിടിക്കാൻ, അത് ഈ ജില്ലയുടെ ഒരു വലിയ ആത്മാവാണ്. അതിനെ തിരിച്ചു പിടിക്കാനുള്ള വലിയ ശ്രമങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ് നിങ്ങളുടെ ഈ വലിയ ഇനീഷ്യേറ്റീവ് എന്ന് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങളുടെ സ്കിലപ്പ് എന്ന ഈ എക്സിക്യൂട്ടീവ് ക്യാമ്പ് വളരെ മനോഹരമായി നിർവചിക്കാനും അതിനെ ക്രമീകരിക്കാനും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൽ നടന്നിട്ടുള്ള വിവിധ സെഷനുകൾ നിങ്ങൾക്ക് കൂടുതൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ആത്മവിശ്വാസം പകരുന്ന ഒന്നായിരിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. ഇന്നത്തെ കാലഘട്ടം സോഷ്യൽ മീഡിയയുടെയും ആധുനിക നവസങ്കേതങ്ങളുടെയും കാലഘട്ടമാണ്. അതിനനുസരിച്ച് ബിസിനസിൻ്റെ പ്രവർത്തന മേഖല രൂപപ്പെടുത്തിയെടുക്കാൻ, ടേസ്റ്റുകൾക്കനുസരിച്ച് അതിൻ്റെ പ്രവർത്തനം മാറ്റിയെടുക്കാൻ വലിയ പ്രവർത്തന മേഖല എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരിടമാണ്. ഇന്ന് ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന ഒരു മേഖലയാണ് ആധികാരികമായിട്ടുള്ള നിങ്ങളുടെ ബിസിനസ് മേഖല. നിങ്ങൾ അധ്വാനിക്കുന്നു, ആ അധ്വാനത്തിന്റെ ഒരു ഭാഗം നിങ്ങൾ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്നു. ഫോർമലായി ഗവൺമെന്റ് സെക്ടറിന് കീഴിൽ പ്രവർത്തിക്കുന്ന സിസ്റ്റമാണ് നിങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി ഇന്ന് ഓൺലൈൻ ബിസിനസ് മേഖലയിൽ സർക്കാരിനെയും നിങ്ങളെയും ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ആമസോണുണ്ട്, ഫ്ലിപ്കാർട്ടുണ്ട്, മിന്ത്രയുണ്ട്, അജിയോ ഉണ്ട്, വിവിധങ്ങളായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ. അവരുടെ ബിസിനസ് മേഖലയിൽ അവർ ചെയ്യുന്നത് സർക്കാരിന് അതിന് നികുതി പോലും കിട്ടാത്തതായിരിക്കുന്ന ടാക്സ് ഇവേഷനിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള നികുതി കൊടുക്കുന്ന ആളുകളുമാണ്. തീർച്ചയായും ആ ചാലഞ്ചസ് ഒക്കെ വലിയ അളവിൽ നിയന്ത്രിക്കാനും അതിനെ ക്രമീകരിക്കാനുമുള്ള നടപടികൾ എല്ലാ തലത്തിലും ഉണ്ടാവേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ മുന്നിൽ. ഇപ്പം നിങ്ങൾ അജിറ്റേഷന്റെ ഭാഗത്താണ്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എപ്പോഴും വ്യാപാരികളുടെ ഇരുത്തം വന്നതായിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഊർജിതമായിട്ടുള്ള ഒരു പ്രവർത്തന മേഖലയുടെ നാമധേയമാണ്.
വാടകയ്ക്ക് അവസാനത്തെ GST കൗൺസിൽ തീരുമാനം, ആ GST കൗൺസിൽ തീരുമാനത്തിൽ ഒരു റിലേറ്റഡ് പേഴ്സന്റെ കയ്യിൽ നിന്ന് നമ്മൾ വാടകയ്ക്ക് എടുത്താൽ അതല്ല മക്കൾക്ക് പിതാവിന്റെ ഭാഗമായി ഒരു സ്ഥാപനം കിട്ടിയാലും ഫോർമൽ ആണെങ്കിലും അല്ല എങ്കിലും വാടകയ്ക്ക് മുഴുവൻ 18% GST ചുമത്തപ്പെടുകയാണ്. പുതിയതായിരിക്കുന്ന റെന്റുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന നാഷണൽ ബില്ല് കടന്നു വരാനുള്ളതായിരിക്കുന്ന ചർച്ച നടന്നുകൊണ്ടിരിക്കും. വിവിധ തലത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളൊക്കെ ചർച്ച ചെയ്ത് അതിനെയൊക്കെ പരിഹരിക്കാനും അതിന് പ്രക്ഷോഭങ്ങളും ഒക്കെ വാർത്തെടുക്കാനുള്ള ഈ സജീവമായ ചർച്ച, ഈ സ്കിൽ എക്സിക്യൂട്ടീവ് ക്യാമ്പ് അന്വർത്ഥമായി ഈ വയനാട്ടിലെ പ്രകൃതിയും കാലാവസ്ഥയും ചിന്തയും ആശയങ്ങളും ഒക്കെ സ്വാംശീകരിച്ച് കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകാൻ കോഴിക്കോട്ടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യാപാരി യുവ സഹപ്രവർത്തകന്മാർക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറെ ആത്മവിശ്വാസം പകരുന്ന ഒന്നായി ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദം.